1 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അതിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായി വൃത്തിയാക്കി, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. പിന്നെ ഞാൻ ഇതുപോലെ ധാരാളം വീഡിയോസുകൾ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള ഒത്തിരി വീഡിയോകൾ ഇടുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരമായ നല്ല വീഡിയോസുകളാണ്. എല്ലാവരും കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കണം. കുപ്പിയിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് നല്ല ഈ മയിലിൻ്റെ ചിറകിൻ്റെ രൂപത്തിൽ നമ്മൾ വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്ത് ഇതേമാതിരി പേപ്പർ ഒട്ടിച്ച്, പേപ്പർ നല്ല ഫെവിക്കോൾ മുക്കി ഈ പേപ്പർ ഒട്ടിക്കുക. അതായത് നമ്മൾ വൈറ്റ് സിമൻ്റാണ് ഉപയോഗിക്കുന്നത്. ഈ വൈറ്റ് സിമൻറ്റ് നല്ലതുപോലെ ഏതെങ്കിലും ഈ കുപ്പിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ ഒട്ടിക്കുന്നത്. അത് പേപ്പർ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൽ ഇത് പിടിക്കത്തില്ല. അതുകൊണ്ടാണ്. അടുത്ത വീഡിയോ നല്ല സിമ്പിളും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരും കാണണം. നന്നായി മൊത്ത ഭാഗത്തും ഒട്ടിച്ചെടുക്കുക. ഈ പേപ്പർ വെച്ച് എല്ലാം മൊത്ത ഭാഗത്തും നന്നായി ഒട്ടിച്ചെടുക്കുക. എനിക്ക് കുറേ നാൾ കൊണ്ടുള്ള ഒരു ഐഡിയയാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ തൊട്ട് ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി നോക്കിയപ്പം അത് നല്ലതുപോലെ വരുന്നുണ്ട്. നമുക്ക് എന്ത് വേണേലും ഈ കുപ്പിയിൽ ചെയ്യാം. നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റിയ നല്ല ബോറടിക്കാതെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഒട്ടിച്ച് തീർന്നതിന് ശേഷം നല്ല അലൂമിനിയം കമ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള കമ്പിയാണ്. പക്ഷേ അത് നമ്മൾ കൈകൊണ്ട് വളച്ചാൽ വളയും. മയിലിൻ്റെ നമ്മൾ പടങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഏതെങ്കിലും മയിലിൻ്റെ പടം എടുത്തിട്ട് അതിൻ്റെ ചുണ്ടൊക്കെ എങ്ങനെ ഇരിക്കുന്ന നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ വളച്ചെടുക്കണം. വളച്ചെടുത്ത് ഇതിലെ പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. പേപ്പർ ടേപ്പ് വെച്ച് ഇത് നല്ലതുപോലെ ഒട്ടിച്ച് പിടിപ്പിച്ചതിന് ശേഷം പേപ്പർ ടേപ്പ് റോളായിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കുക. ഇതിനൊക്കെ നമ്മൾ ഇതുണ്ടാക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് സിമൻറ്റിന് 10-30 രൂപയേ ഉള്ളൂ വില. അതാണ് ഫെവിക്കോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഇത് വൈറ്റ് സിമൻ്റാണ്. ഇത് കടയിൽ വാങ്ങാൻ കിട്ടും. ഇതൊരു കിലോയ്ക്ക് 30-35 രൂപയേ വിലയുള്ളൂ. ഇതിനകത്തൊന്ന് കുറച്ച് ഈ പാത്രത്തിലോട്ട് എടുത്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നന്നായി ഇതേ രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് ഫുൾ ആദ്യം എല്ലായിടവും ഒന്ന് ഒരേ കണക്കിന് ഒരേ ലെവലിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷമാണ് ഇത് ലൈറ്റായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം. ശകലം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം എനിക്കൊരു ലൈക്കും കമൻറ്റൊക്കെ തരണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കുപ്പി വെച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് എന്തെങ്കിലും ഒരു ഐഡിയാസ് നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ അതെനിക്ക് കമൻ്റ് ഇട്ടാൽ ഞാൻ അതുപോലെ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരും. നമുക്കൊരു ഭാവനയുണ്ടല്ലോ. അതായത് ഒരു മയിൽ എങ്ങനെ ഇരിക്കും, മയിലിൻ്റെ ശരീരം എങ്ങനെയാണ്, അതേ ഒരു ഷേപ്പിലൊക്കെ നമ്മളാൽ കഴിയുന്നത് നല്ലതുപോലെ അതിനെ ഷേപ്പ് വരുത്തി തേച്ച് കൊടുക്കുക. അതിൻ്റെ ആ വയറിൻ്റെ ഭാഗമൊക്കെ നല്ല ഇച്ചിരി തള്ളി നിൽക്കുന്ന ഒരു രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കുക.
ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ഞാൻ ഇപ്പോൾ ഈ എടുത്തേക്കുന്നത്, ഇത്രയും വലിപ്പത്തിൽ. ഞാൻ 2 ലിറ്ററിൻ്റെ കുപ്പിയിലും വലിയ മയിലിനെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കുറച്ചുകൂടെ വലുതാണ്. ശകലം കയ്യിലൊക്കെ പറ്റിയെന്നും പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഇതിൻ്റെ ചിറകിൽ ഇതേമാതിരി ഇതുപോലെ ഷേപ്പായിട്ട് വൈറ്റ് സിമെൻറ്റ് തേച്ച് കൊടുക്കണം. അതിൻ്റെ ആ പീലിയുടെ ഒരു ആകൃതിയിൽ വരും. ലാസ്റ്റ് ആകുമ്പോഴത്തേന് അതേപോലെ വരും, ഒരു പീലിയുടെ ആകൃതിയിൽ. അത് ഇതേപോലെ നമ്മൾ കുറച്ച് കട്ടിക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ കണ്ട ഇതേപോലെ അതിന് ശേഷം അതിൻ്റെ അറ്റമൊക്കെ നല്ല ഒന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ട് പോലെ വരുത്തിയതിന് ശേഷം വീണ്ടും പീലി വിടർന്ന് നിന്നാൽ എങ്ങനെയുണ്ട് ആ രീതിയിൽ നമ്മളതിനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ബ്രഷ് കൊണ്ട് അന്നേരം തന്നെ നമ്മൾ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും. ഇതുപോലെ സൂചി പോലിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. വളരെ വില കുറഞ്ഞ ഇതിലാണ് മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് താണ്ട് ഇതേമാതിരി വരഞ്ഞ് ഇതുപോലെ കൊടുക്കണം എല്ലാ പീലിയും. അപ്പോൾ നല്ല പീലി കണക്കായിത്തീരും. നന്നായി വരഞ്ഞ് തീർന്നതിന് ശേഷം ബ്രഷ് വെച്ച് അതിൻ്റെ പൊടിയൊക്കെ ഇതുപോലെ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ മയിൽ മേശപ്പുറത്തൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഈ മയിൽ വയ്ക്കാനുള്ള. അതായത് ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് വീട്ടിൽ ഏറ്റവും ഒരു പഴയ ഒരു കപ്പാണ് ചായ കുടിക്കാൻ. അതിനകത്ത് വൈറ്റ് സിമെൻറ്റ് കലക്കി നിറച്ചതിന് ശേഷം ഈ മയിലിനെ അതിനകത്ത് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ദാ ഇതുപോലിരിക്കും. ഇതുപോലെ ഇരുന്ന് നമ്മളാണ്ട് ബ്രഷ് കൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇതെല്ലാം തുടച്ച് തൂത്ത് വൃത്തിയാക്കുക. നല്ല ഫിനിഷിങ് കിട്ടും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണ്. ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മയിലിൻ്റെ പീലിക്ക് വയ്ക്കാൻ കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ട് ശകലം ഇതിൽ നിന്ന് എടുത്ത് വയ്ക്കുക ചെയ്യുന്നത്. ഇനി അടുത്ത് പെയിൻ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. പെയിൻ്റാണെങ്കിൽ ഇത് ഗോൾഡൻ പെയിൻറ്റാണ്. ഇത് 10-200 രൂപ വിലയുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന കളറാണെങ്കിൽ നമുക്ക് വീടിനൊക്കെ പെയിൻ്റ് അടിക്കുന്ന ചുമപ്പ്, പച്ച ഈ കളറുകളാണ് ഉപയോഗിക്കുന്നത്. പച്ചയും നീലയും ഗോൾഡൻ കളർ ഒഴിച്ച ഒരു മയിലിൻ്റെ പീലിയുടെ അതേ കളറൊക്കെ നമുക്ക് കിട്ടും. നന്നായി ഇതുപോലെ അടിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഉണങ്ങി കിട്ടും നിമിഷ നേരം കൊണ്ട്. ഇനി ഇത് വെച്ച് തന്നെ അതിനകത്ത് വെള്ളയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പല കളറും എടുക്കാൻ പറ്റും. ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെ പീലിയൊക്കെ വെച്ചിരിക്കുന്നു വേണ്ടേ. പിന്നെ ഞാനാണെങ്കിൽ 2 ലിറ്ററിൻ്റെ കുപ്പിയിലുണ്ടാക്കിയ മയിലാണ് ഈ ഇരിക്കുന്നത്. ഈ ഗോൾഡ് കളറ്. ഇതുപോലെ മേശപ്പുറത്തൊക്കെ പെന്നും പെൻസിലും ഒക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ വയ്ക്കാൻ പറ്റും. അല്ലാതെ അലങ്കാരമായിട്ട് വയ്ക്കാൻ പറ്റും. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കാണുക എല്ലാവരും.